ഇതിന് വല്ല റിംഗ് ടോൺ എങ്ങാനാണോ? ഏയ് അല്ലല്ലേ. ഏയ് ഇത് ശരിക്കും ചുമ തന്നെയാ. തുറുമ്പുകള് ഇവർക്ക് ഉറക്കൂലേ? അതറിഞ്ഞൂടെ, ഉറുമ്പുകൾ ഉറങ്ങാറില്ലേട്ടാ. സത്യം. ഈ ലോകത്ത് ഉറങ്ങാത്ത ഒരേ ഒരു ജീവികളാണ് ഉറുമ്പുകൾ. അപ്പൊ നമ്മള് രണ്ടു കൂട്ടർ ഒരേ ഉറക്കണല്ലേ? സോറിട്ട കെടിയേ ഡാ. പക്ഷെ ഉറങ്ങാനും ഉറങ്ങിയില്ലെങ്കിലും ഉറുമ്പ് തന്നെയാണ് മനുഷ്യനേക്കാൾ വലുത്. അതെന്താട്ടാ? ഇപ്പൊ ഉറുമ്പ് വിചാരിച്ചാ നമ്മുടെ കുണ്ടിമ കടിക്കാൻ പറ്റും. നമ്മൾ പഠിച്ച പണി 18 നോക്കിയാലും ഉറുമ്പിന് കൊണ്ട് മേടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഉറുമ്പ് തന്നെയാണ് വലുത്. മനുഷ്യന് കണ്ണും ചെവിടും തരില്ല. മാരണം രാത്രിയായ തുടങ്ങും പോരാ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. അതിന് വായിൽ കൊണ്ടുപോയി വല്ലത് കുത്തി കയറ്റി വെക്കും. നല്ല ടഡാസ്റ്റും മരുമോള്. അച്ഛന് വയ്യാണ്ടല്ലേ? കല്യാണം കഴിഞ്ഞ് 3-ന്റെ അന്നേ ഇറച്ചിക്കൂട്ടാനില് കായിട്ടില്ല എന്ന് പറഞ്ഞ എന്നെ തവിയോണ്ട് അടിച്ച സാധനം തന്ത. ഒരക്കല്ല വേണ്ടത്, കിടന്ന് എഴയണം. അതൊക്കെ എന്ന് കഴിഞ്ഞ കാര്യങ്ങളാ എന്റെ സുലു. പകരത്തിന് നീയും ചെയ്തിട്ടില്ലേ കൊറേ? മിണ്ടാതെ കിടന്നോ. അയ്യോ, ചവിട്ടൊരെണ്ണം കിട്ടിയാൽ എന്നാ ആ മൂത്രതടസ്സം അങ്ങോട്ട് മാറി കിട്ടി. എന്തൊരു സുഖം. അയ്യോ എന്റെ അമ്മോ. അയാൾക്ക് ഷുഗർ ഉണ്ട്, ഉറപ്പാ. അല്ലല്ല, ഞാൻ നന്നായല്ലേ. നാവാട്ടം മതിയാക്കടാ. നീ സച്ചിനെ ഗോളടിക്കാൻ പഠിപ്പിക്ക. ഏത് കുരിശിനെ വെക്കാണിയുണ്ടെന്ന്. എന്തു ചേട്ടാ? അവിടെ ഭാര്യയും ഭർത്താവിനെ കുറിച്ച് ആദ്യം റിയാലിറ്റി നടന്നുകൊണ്ടിരിക്കുക. ഈ നേരമായിട്ട് അവിടെ എലിമിനേഷൻ റൗണ്ട് ആയിട്ടുള്ളൂ. വൃത്തി കേട്ടോൻ. കുറച്ചു നേരം അവിടെ നിന്നിരുന്നെങ്കിൽ ബാക്കിയുള്ള ഡേഞ്ചർ സോണിലായനെ. ഉണ്ടമ്പല് നീ വന്നേ, നമുക്ക് അടുത്ത റൂട്ട് നോക്കാം. ബാ. നീ ഇവിടെ നോ. ശരി കേട്ടോ. എന്റെ വീടാണ്. ആശാമണ് നേപ്പിച്ചിട്ട് പോയത് അപ്രന്റീസ് ആയിട്ട്. നീ ആ ബെഞ്ച് വേണോടാ. നട്ടപ്പാതിരക്കൊരു പൊട്ട സ്വപ്നം കണ്ട് എഴുന്നേറ്റതാ. പിന്നെ കണ്ണിന്റെ പോള പൂട്ടിയിട്ടില്ല മനുഷ്യൻ. എന്തൊട്ട് സ്വപ്നം അടിക്കണ്ടേ? സർട്ടിഫിക്കറ്റാ? ഓടുന്നു. ഈ പണിക്കിറങ്ങിയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാ മേനക്കേട് പോലും കിട്ടിയില്ല. ഉണ്ടമ്പൊരി ഉറക്കമുള്ളത് വെറുതെ ആയി. നീ ഇങ്ങോട്ട് വന്നിട്ട് ദിവസം ഇതെങ്കിലും നടക്കട്ടെ. കാണിക്കണേ പിള്ളേര് എണീക്കുന്നേ. എന്തിനടാ കരയണേ? എന്തിനാ കരയണേന്ന്? അപ്പച്ച അമ്മച്ചിക്ക് കണ്ണില് കരട് എടുത്തല്ലേ? ഇങ്ങോട്ട് നോക്കി. അപ്പച്ചനെ മറ്റേ ബുക്ക് പൊട്ടിക്കാനായിട്ട് ചോട്ടാ ഭീമിന്റെ പടം മേടിച്ചരാം. ഒന്നും ഉണ്ടായിരുന്നടാ. വേണ്ട. പൊടിമീൻ്റെ ഒരു പടം കണ്ടാൽ മതി, രണ്ടടങ്ങാടി ചോറുണ്ടോ. ഈ പോലീസുകാരെ കൊണ്ടും ചൊല്ലർക്കാരെ കൊണ്ടും ഒരു രക്ഷയില്ലട്ടാ.
നല്ല ഒന്നാം തരം 916 ഉരുപ്പിടിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഫ്രാൻസിന്റെ കടയിൽ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ഒരു തട്ടിക്കേക്കിലും ഗുണനോ അരണോ കഴിഞ്ഞിട്ട് ആ കിട്ടിയത് മുതലിന്റെ 4-1 ആനപ്പിണ്ടം. പണിയെടുത്താലും മനുഷ്യൻ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. സ്വർണത്തിന്റെ വിലയാണെങ്കിൽ ഇനിയും കീഴ്പോട്ട് വന്നാണ് കേൾക്കണേ. ആലോചിച്ചിട്ട് എത്തും പിടിക്കട്ടണല്ലോ. അതെടുക്കല്ലേ ജോസുവനെ, നിനക്ക് ഒരെണ്ണം അമ്മച്ചി തന്നല്ലേ, അത് അപ്പച്ചന് കഴിക്കണ്ടേ. ഒന്നാമത് മുട്ട നിന്ന് അപ്പ കഫക്കെട്ട ചക്കന്. അവൻ കഴിക്കട്ടെ, ഹോമിയോ മരുന്ന് കൊടുക്കണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? അതില്ലേ അപ്പച്ച, ഈ ജോസുട്ടല്ലോ കഴിഞ്ഞ ദിവസം അവന്റെ ഒപ്പം പഠിക്കുന്ന ഒരു കുട്ടിയുടെ കളർ പെൻസിൽ ആയിട്ട് കൊടുത്തു. അവന്റെ അടുത്തിരുന്ന ശ്യാംപ്രസാദ് എന്നോട് പറഞ്ഞത്. ഇല്ലട്ടപ്പച്ച, ഈ ചേട്ടൻ വെറുതെ നോണ പറയണതാ. പിന്നെ ചെവി ഞാൻ പൊന്നാക്കും. അപ്പച്ചന്റെ മോനെ എന്താവശ്യമുണ്ടെങ്കിലും അപ്പച്ചൻ വാങ്ങിച്ചു തരില്ലേ? പിന്നെന്താ, വേറെ ആരെയും ചോദിക്കാണ്ട് ഒന്നും എടുക്കാൻ പാടില്ല, ദൈവം ശിക്ഷിക്കും. കൂർക്ക കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. എന്തായാലും കൂട്ടിന് ഒരാളെ കിട്ടിയത് നന്നായി. ബാക്കിയുള്ളവർക്കൊരു സമാധാനമായി. ഇപ്പൊ ആരെങ്കിലും വന്നാ ചുമക്കാനെങ്കിലും ഒരാളായല്ലോ. 2 ദിവസം കൂടി നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം കൂടെ കൂട്ടണോ വേണ്ടതെന്ന്. എവിടുന്നെങ്കിലും ഒരു 10-24 ഇഞ്ചിന്റെ TV കിട്ടും നോക്കിക്കോളൂട്ടാ. സിൽവേച്ചിയുടെ പെരപാർക്കലായിന്ന് കേട്ട്. മോളിയന്റിന്റെ മോളുടെ കല്യാണം ഉറച്ചിട്ടുണ്ട്. ഇനി അതിനും വേണം ഒരു പവൻ. അതിന് പിന്നെ സാവകാശമുണ്ട്. ഇനി അത് കഴിഞ്ഞ് വേറെ വല്ലതും ഉണ്ടോ? അല്ല ചോദിച്ചാ. യോ, അത് പറഞ്ഞപ്പോഴൊരു കാര്യം ആലോചിച്ചേ. ജാൻസി കുറച്ചു ദിവസം നിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോ വൈകുന്നേരത്തോടെ തന്നെ തനും മതി. ഹരി സാധനങ്ങളൊക്കെ കഴിയാറായിട്ടാ. അവിടെ എത്ര ദിവസം ഉണ്ടാവൂടി? എന്തായാലും 1-2 ആഴ്ച കാണും. നീ എന്താ വേണമെന്ന് വെച്ചാൽ അപ്പേന്റെ കടയിൽ നിന്ന് മേടിച്ചോ, ഞാൻ പറഞ്ഞോളാം. പറ്റുപ്പോ ഒരുപാടായിട്ടാ. നീ ഇങ്ങനെ നോളിച്ചോണ്ടിരിക്കാണ്ട് എന്തെങ്കിലും ഒരു നല്ല പണി കിട്ടാൻ പ്രാർത്ഥിക്കടി, ഉണ്ടംപൊരി. എന്റെ മാതാവേ കാത്തോളണേ.